അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഗ്രാമ്പുത നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പൊടിച്ചെടുത്ത ഗ്രാമ്പു ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രീതിക്ക് പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് 3 ഓറഞ്ചാണ്. ഈ ഓറഞ്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് എടുക്കുമ്പോൾ വാടിയ ഓറഞ്ച് ഒന്നും എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറത്തുള്ള തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 1-2 ഓറഞ്ചിന്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതുപോലത്തെ ഒരു ഗ്രേറ്ററിന്റെ വലിയ ഹോളുള്ള ഭാഗം എടുക്കുക. ഓറഞ്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓറഞ്ചിന്റെ വെള്ള ഭാഗം വരാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഓറഞ്ചിന്റെ ആ പുറത്തുള്ള തൊലി മാത്രമേ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ വെള്ള ഭാഗം വരാത്ത രീതിയിൽ ആ ഓറഞ്ചിന്റെ തൊലി മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ഓറഞ്ചാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഉണ്ടാവും. ഇപ്പോൾ ഓറഞ്ചിന്റെ ആ വെള്ള തൊലിയും കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ചിന്റെ ആ തൊലി മുകളിലുള്ള ചെറിയ രീതിയിലുള്ള തൊലി മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇനി നമ്മൾ ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഒന്നുകിൽ കൈ വെച്ച് പിഴിഞ്ഞൊഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഹാൻഡ് ജ്യൂസർ ഉണ്ടെങ്കിൽ ഹാൻഡ് ജ്യൂസറിൽ വെച്ച് പിഴിഞ്ഞൊഴിച്ചാലും മതി. ഞാനിപ്പോൾ 3 ഓറഞ്ച് ഇതാ പിഴിഞ്ഞൊഴിക്കുകയാണേ. നമുക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. ഇപ്പോൾ 2 എണ്ണത്തിന്റെ തൊലി മാത്രമേ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഓറഞ്ചും ഇതുപോലെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഈ ജ്യൂസ് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ കുരു എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി. ഇപ്പം ഇതിൽ കുരു ഒന്നും പോയിട്ടില്ല. നമുക്കിപ്പോൾ ഇത്രയും ജ്യൂസാണ് പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് അളന്ന് നോക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് ഇതാ എടുത്തിട്ടുണ്ട്. ഇത് അളന്ന് നോക്കണേ. ഇതിലിപ്പോൾ കുരുവൊന്നുമില്ല. കറക്റ്റ് ഇതാ 1 കപ്പ് ജ്യൂസ് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിവിടെ ഇരിക്കട്ടെ. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒന്നും ചെയ്യരുത്. ഇങ്ങനെ തന്നെ കുറച്ച് സമയം ഇരിക്കട്ടെ. ഇപ്പൊ ചെറിയൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ നിറാവണം. ഇതുപോലെ ഒരു ഗോൾഡൻ നിറാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇത്രയും പോരാ, കുറച്ചും കൂടെ ഒന്ന് ഗോൾഡൻ നിറാവണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവണം. എന്നാൽ ഒരു നല്ല ബ്രൗൺ നിറാവരുത്. എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഒരു ഗോൾഡൻ ബ്രൗൺ നിറായാൽ മാത്രം മതി. നല്ല ബ്രൗൺ കളർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്നുകിൽ ഓഫാക്കി വെക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിൽ ഉണക്കമുന്തിരിയാണ് നമ്മൾ കൂടുതലും ചേർത്ത് കൊടുക്കുന്നത്. കുരുവില്ലാത്ത ഉണക്കമുന്തിരി വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴം വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഗ്രാമ്പൂവിൽ നിന്നും 2 നുള്ള് ഗ്രാമ്പു പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ചൂട് മാറി കഴിയുമ്പോൾ നല്ലോണം ഒന്ന് വറ്റി കിട്ടും. ഒരുപാട് അങ്ങ് വറ്റി വരരുത്, എന്നാൽ പിന്നെ ഇത് കട്ടയായിട്ട് അങ്ങ് ഉരുണ്ടു പോകും. നമ്മളിത് പഞ്ചസാര പാനിയല്ലേ ഇതിൽ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരുപാട് വറ്റാൻ നിൽക്കരുത്. ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇച്ചിരി ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കാം. ആ ഗ്ലാസിന്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. ഇനി പഞ്ചസാര നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ തൈര് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം എടുക്കാനായിട്ട്, തണുപ്പുള്ള തൈര് എടുക്കരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. തണുപ്പുള്ള പാലൊന്നും എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്. തണുപ്പുള്ള പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മുഴുവനും മാറിയിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ തിളപ്പിച്ച് നല്ലതുപോലെ ചൂട് മാറിയ പാല് വേണം എടുക്കാൻ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഹൈ സ്പീഡിലിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെൽറ്റഡ് ബട്ടർ വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് വേണം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതും ഒന്ന് അടിച്ചെടുക്കാം. വീണ്ടും ഞാൻ ഹൈ സ്പീഡിലിട്ട് ഒരു 10 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രീം പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം അടിച്ചെടുക്കാൻ. ഇനി ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗ്രാമ്പൂവിൽ നിന്നും 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതെടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചെടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാകും. ബാക്കി വന്നിട്ടുള്ള ഗ്രാമ്പു ഏതെങ്കിലും ചെറിയ കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മൾ എപ്പോഴെങ്കിലും കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ കേക്ക് മാത്രമല്ല, ഏത് കേക്ക് ഉണ്ടാക്കിയാലും ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ ഗ്രാമ്പു പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ മുട്ട ചേർക്കാത്തത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും കുത്തി നിറച്ചെടുക്കാതെ ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇതിൽ മുട്ട ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുട്ട ചേർത്തിട്ടില്ലല്ലോ, തൈര് മാത്രമല്ല ചേർത്തിട്ടുള്ളത്. മുട്ട ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് അരിച്ചെടുക്കാം. അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും 1 ടീസ്പൂൺ മാവെടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഒരു കൈപിടി കശുവണ്ടി ഇതാ എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കശുവണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കശുവണ്ടിക്ക് പകരം നിങ്ങൾക്ക് ബദാം എടുക്കാം, ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാവുന്നതാണ്. കുറച്ച് വീതം എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു കൈപിടി കശുവണ്ടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കശുവണ്ടിയും കുറച്ച് ബദാമും അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കശുവണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ആ സൈഡിലും താഴെയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി മൈദ എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം. അപ്പോൾ മൈദ എല്ലാ ഭാഗത്തും തട്ടിക്കുടഞ്ഞ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മൈദ മാറ്റാം.
ബാക്കിയുള്ള മാവ് നല്ലോണം തട്ടിക്കുടഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ പേപ്പർ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. താഴെയും അതുപോലെ തന്നെ സൈഡിലും ബട്ടർ പേപ്പർ എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാവരുടെ വീട്ടിലും ബട്ടർ പേപ്പർ കാണണമെന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൈദ ഈ കുക്കറിൽ തട്ടിക്കുടഞ്ഞ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ അതാ കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമായിട്ടല്ലേ ഇരുന്നിട്ടുള്ളത്, ചൂട് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച തൈരിന്റെ മിക്സർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതാ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ച മൈദ മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. കുറച്ച് കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട് ഈ ബാറ്റർ. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രാമ്പു പൊടിച്ചത് ഇട്ട് കൊടുത്തു, അത് മാത്രം മതിയാവും. ഇനി എല്ലാം വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. മൈദ തട്ടിക്കുടഞ്ഞ് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടിയും കിസ്മിസും വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ കശുവണ്ടിയും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ മൂടി കൊടുക്കാം. ഇപ്പൊ കുക്കർ മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിന്റെ വെയിറ്റ് എടുത്ത് മാറ്റാം. വെയിറ്റ് മാത്രം മാറ്റിയാൽ മതി. ഇപ്പൊ ഞാനൊരു ദോശത്തവ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു തവ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു തവ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ദോശക്കല്ലില്ലേ, സാധാരണ ഇരുമ്പിന്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതെടുത്താലും മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയം വേണം ഈ തവ ചൂടാക്കാൻ വെക്കാനായിട്ട്. ഇപ്പൊ തവ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലോണം ചൂടായി. ഇനി ഈ കുക്കർ ഈ തവയുടെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ് ആയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ആവാത്തത് കൊണ്ട് 15 മിനിറ്റും കൂടെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്ന് ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കടലേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കറക്റ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ആയിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ഫുള്ളായിട്ട് അങ്ങ് കുത്തി നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ നിറച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതാ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അഥവാ മാവൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5, 10, 15 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്കർ മൂടി വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പൊ ഈ തവ ചൂടാണ്. ഇനി കുക്കർ ഈ തവയിൽ നിന്നും പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. സൈഡൊക്കെ വിടിയിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്യാം. ഇത് കുക്കർ എടുത്തിട്ട് ഒരു കൈ ഇതിന്റെ പുറത്ത് വെക്കുക. ഈ കേക്കിന്റെ പുറത്ത് വെച്ചിട്ട് കുക്കർ അങ്ങ് കമഴ്ത്തി കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും അടിക്കൊന്നും പിടിക്കാതെ ഈസി ആയിട്ട് കേക്ക് ഇതാ ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുക്കർ കണ്ടില്ലേ, കരിഞ്ഞൊന്നും പോയിട്ടില്ല, അടിക്കൊന്നും പിടിക്കാതെ, കരിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പഞ്ഞി പോലെ സോഫ്റ്റ് ആയ പ്ലം കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല, നല്ല ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഈ വശവും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്ത പീസൊക്കെ എടുക്കാം. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റും കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറും കിട്ടും. ഞാൻ ഇപ്പോൾ ഉടനെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ കട്ട് ചെയ്ത് നിന്നും ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് ഒരു ദിവസം കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റും കുറച്ചും കൂടെ കളറും ഒക്കെ കിട്ടുന്നത്. ഇപ്പൊ കണ്ടില്ലേ, പ്ലം കേക്കിന്റെ ആ കറക്റ്റ് ടെക്സ്ചർ ഒക്കെ ഇതാ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇനി നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള പാത്രങ്ങളോ അതുപോലെ തന്നെ ഓവനോ ഓവൻ സെറ്റപ്പോ കേക്ക് ടിന്നോ ഒന്നും തന്നെ ആവശ്യമില്ല. വീട്ടിലുള്ള ഒരു ചെറിയ കുക്കർ മാത്രം മതി. മുട്ടയില്ലാതെ അടിപൊളി ടേസ്റ്റിൽ ബേക്കറികളിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ല. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഈ പ്ലം കേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്